വെൽക്കം ടു മൂവി ബ്രാൻഡ്. കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മോഹൻരാജ് അന്തരിച്ചു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ തറവാട് വീട്ടുവളപ്പിൽ ഇന്ന് സംസ്കാരം നടക്കും. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയായിരുന്നു മോഹൻരാജിന്റെ മരണം. പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പരേതനായ സുകുമാരന്റെയും പങ്കജാക്ഷിയുടെയും രണ്ടാമത്തെ മകനാണ്. 12 വർഷമായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് ആയുർവേദ ചികിത്സയ്ക്കായി 1 വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് എത്തിയത്. തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഒടുവിൽ ചികിത്സ. എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലേക്ക് എത്തിയത്. കഴുമലൈ കള്ളൻ എന്ന തമിഴ് സിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. കെ മധു സംവിധാനം ചെയ്ത 3-ാം മുറയിലൂടെ മലയാളത്തിലെത്തി. സംവിധായകനും കലാകാരനാണ് മോഹൻരാജിനെ സിബി മലയിലും ലോഹിതദാസിനും പരിചയപ്പെടുത്തിയത്. കിരീടത്തിലെ പ്രധാന വില്ലനെ അവതരിപ്പിക്കാനിരുന്ന നടൻ എത്താതിരുന്നതിനെ തുടർന്നാണ് മോഹൻരാജിന് അവസരം ലഭിച്ചത്. അങ്ങനെയിരിക്കെയാണ് കീരിക്കാടൻ ജോസ് ഉജ്ജ്വലമായത്. കിരീടത്തിന്റെ തുടർച്ചയായ ചെങ്കുലിലും മോഹൻരാജ് കഥാപാത്രമായി. 2022 പുറത്തിറങ്ങിയ റോഷാക്കായിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ചിത്രം. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച താരമാണ് മോഹൻരാജ്. കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം അവിസ്മരണീയമാക്കി. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് സിനിമകളും അഭിനയിച്ചു. 1988 പുറത്തിറങ്ങിയ 3-ാം മുറ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ മോഹൻരാജ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി. അർത്ഥം, വ്യൂഹം, രാജവാഴ്ച, മറുപുറം, പുറപ്പാട്, കാസർഗോഡ് കാതർഭായ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, 6-ാം തമ്പുരാൻ, വാഴനൂർ, പത്രം, നരസിംഹം, നരൻ, മായാവി തുടങ്ങി 35ഓളം മലയാള സിനിമകളുടെ ഭാഗമായി. 2008 ശേഷം 2 മലയാള ചിത്രങ്ങൾ മാത്രമാണ് അഭിനയിച്ചത്. 1989 പുറത്തിറങ്ങിയ കിരീടം സിനിമയിൽ പ്രധാന വില്ലനായ കീരിക്കാടൻ ജോസിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് കീരിക്കാടൻ ജോസ് എന്നായിരുന്നു താരം അറിയപ്പെട്ടത്. 300-ലേറെ സിനിമകളിൽ വേഷമിട്ടു, പലതിലും വില്ലൻ കഥാപാത്രങ്ങളും. റാഫി മെക്കാട്ടിൻ മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ ഹലോ എന്ന ചിത്രത്തിലെ കോമഡി മാനമുള്ള ഗുണ്ടാവേഷം ഏറെ കയ്യടി നേടി. കടമറ്റത്ത് കത്തനാർ, സ്വാമി അയ്യപ്പൻ, 3 മണി എന്നീ സീരിയലുകളിലും വേഷമിട്ടു. മോഹൻരാജ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബത്തോടൊപ്പം ചെന്നൈയിലായിരുന്നു താമസം. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുമ്പാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. നിർമ്മാതാവ് NM ബാദുഷാ മോഹൻരാജിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കിരീടം സിനിമയുടെ നിർമ്മാതാവ് ദിനേശ് പണിക്കരും മോഹൻരാജിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. കൂടാതെ മോഹൻരാജിനെ അനുസ്മരിച്ച് മോഹൻലാലും കുറിപ്പ് പങ്കുവച്ചു. കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയസിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു. സേതുവിന്റെ എതിരാളിയുടെ തലയെടുപ്പോടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. വ്യക്തിജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്.